യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സിനിമ എതിർക്കാൻ എന്താ അധികാരമുള്ളത്? ഏത് മൊയിലാരാ സിനിമ കാണാത്തത്? നിങ്ങളെ കൂട്ടത്തിൽ, നിങ്ങളെ മുശാവറയിൽ തന്നെ സിനിമന്റെ അഡിക്റ്റായ ആളുണ്ട്. പേര് പറയണോ? അലി ചൂണ്ടിക്കാണിച്ചേരുണ്ട്, അലി തൊട്ട് കാണിച്ചേരുണ്ട്. ആളെ ഞങ്ങൾക്കറിയാം, വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട്, എല്ലാ സംഭവമുണ്ട്. കളി വേണ്ട. മുശാവറയിൽ തന്നെ സുലൈമാൻ ഉസ്താദിനെ മാറ്റിക്കളി നമ്മളാളാണ്. ബാക്കി നിങ്ങളെ മൊയിലാന്മാരിൽ അല്ലെങ്കിൽ ഈ മൊബൈൽ എടുത്തിട്ട് എന്തൊക്കെയാ കാണല്? സിനിമ ഒന്നൊന്നുമല്ല, അതുപോലെ അതിന്റെ അപ്പുറത്താണുള്ളത്. ഏത് മൊയിലാരാ അതിന്ന് ഒഴിവുള്ളത്? ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ പറഞ്ഞതെങ്കിൽ ഒരു സാമ്പിളിന് തരാം. നിങ്ങളെ സിനിമാ ബന്ധമൊക്കെ നിങ്ങളൊന്ന് വന്നാൽ ഞാനൊക്കെ പണ്ടേ എടുത്തു വെച്ചിന്, എന്തിനാന്ന് എനിക്കറിയില്ല. വല മുശാവറ മുതൽ സിനിമയുടെ അഡിക്റ്റുകളാണ്. സിനിമ കാണാതെ ഉറങ്ങാത്ത മുശാവറ മെമ്പർ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് യഹിയൽ ബുഖാരി തങ്ങൾ പഠിപ്പിക്കുക. ആദ്യകാലത്തുള്ള ഒരു സംഭവം പറഞ്ഞിട്ടേ അതിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരി. എന്നിട്ട് ഞാൻ നമ്പർ ഇട്ട് ഓരോന്നിനും തരങ്ങൾക്ക്. ഇപ്പൊ ഞാൻ പേരക്കുട്ടിനെ കാണിക്കണുള്ളൂ. പേരക്കുട്ടി മുതൽ തുടങ്ങാൻ മക്ക്. APL വരെ പേരക്കുട്ടിനെ ഈ പറയണത്. കാര്യമായിട്ട് വലിയ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോയ രംഗാണ് ആദ്യങ്ങൾ കാണാൻ പോണത്. അപ്പൊ അത് നമ്മൾ തുടങ്ങാണ്. ആദ്യ ഡോസ് പേരക്കുട്ടി നമുക്ക് ബിസിനസ്മാനിലേക്ക് പോകാം. അതിന്റെ അപ്പുറത്ത് പോകണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അപ്പൊ പറഞ്ഞില്ല. അപ്പൊ അതിന് ചെറിയൊരു വീഡിയോ ഒന്ന് മോനെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്ക്. ആ പാട്ട് ഒഴിവാക്കിയേക്ക്, അങ്ങനെ കണ്ടാൽ മതി. ഇതാ ആരാ കൂടെ നിൽക്കണെന്ന് ശരിക്ക് നോക്കിക്കോളി കേട്ടോ. ഒന്നുകൂടി ആവർത്തിച്ച് കാണ്ടിയതാ. സാറുണ്ടല്ലോ, ഞാൻ ഫോട്ടും കൂടി ഒന്നാണ് കാണിച്ചു കൊടുത്തോളെ, നല്ല വ്യക്തമാവും. ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചതല്ലതാ. ഹക്കീമദ്ദീനിന്റെ മോൻ ആമിദാണ്. നിമിഷപ്രിയനെ മറന്നോ? അതിന്റെ ആള്. ഇങ്ങനെ മറ്റേ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആരാണ്. ഇതൊക്കെ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിട്ട് സിനിമന്റെ ആളുകളായി ഉറങ്ങൽ തന്നെ സിനിമ കണ്ടിട്ടാണെന്നാണ് ഒരു മുശാവറാകാം. നിഷേധിക്കുങ്ങള് പേരടക്ക ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അക്കളി തുടർന്നാൽ നിങ്ങൾ എവിടെ എന്തിനാ ആരെങ്ങളോട് ഇതൊക്കെ പറയാൻ പറഞ്ഞത്? വേറൊരു ചങ്ങായി അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ സിനിമ അല്ലാന്ന് വിചാരിച്ചോളി. നിങ്ങൾ അഭിനയം അല്ലാത്ത വേറൊന്നും നടത്താറുണ്ടോ? അഭിനയം നിങ്ങളെക്കാൾ മമ്മൂട്ടിയൊക്കെ നിങ്ങളെ താഴേക്കാരം. കാരണം നിങ്ങളിപ്പോ മശായിഹുമാരായിട്ടാണ് അഭിനയിക്കുന്നത്. അഭിനയാണല്ലോ മശായിഹുമാരായിട്ട്. ഭയങ്കര അഭിനയല്ലേ? സുഹൃബ നിങ്ങളൊരു ചുക്കുമല്ലല്ലോ.